ഈ ഔട്ട്ഫിറ്റ് ലുക്കും കാണിച്ച് കാവടി തുള്ളി പോകുന്നത് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ്. ഹൗ ഡു യു ഫീൽ? ഫൈനല്ല, ആരെ സപ്പോർട്ട് ചെയ്യാനാണ് വന്നത്? അറ്റ്ലീസ്റ്റ് ആരാ റൈഡ് ചെയ്യുന്നെങ്കിലും അറിയോ? ഒന്നും അറിയില്ല, പക്ഷെ ക്യൂവിൽ ഞങ്ങൾ കയറി നിൽക്കുന്നുണ്ട് ടിക്കറ്റ് കിട്ടിയ സന്തോഷത്തിൽ. നോക്കാം. ഞങ്ങൾ ലുക്ക് കണ്ടാൽ ഞങ്ങൾക്ക് ആരാ എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയില്ലെങ്കിലും ഒരു ആവേശത്തിന് പുറത്ത് ടിക്കറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ കയറിപ്പോയി സൂപ്പർ ക്രോസ് മോട്ടോ ക്രോസ് റേസിംഗ്. ആൻഡ് അവിടെ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. ഇടിച്ച് കയറി എങ്ങനെയൊക്കെയോ ആരൊക്കെയോ കുത്തിമുട്ടി ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലെത്തി. ആൻഡ് അവിടെ ഏതാ നമ്മുടെ അജയും ശിവാട്ടനും. ഇവരില്ലായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ അവിടുന്ന് ബോറടിച്ചേനെ. ബിക്കോസ് കൂടെ വൈബാക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ആ വൈബ് നമുക്ക് ആ ഓളത്തിൽ അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഭാഗ്യത്തിന് ഇവരുടെ അടുത്താണ് സീറ്റ് കിട്ടിയത്. പിന്നെ ഇപ്പോൾ ആ ടൈം അത് കഴിഞ്ഞ് came the man of the show, സെബാസ്റ്റ്യൻ വാസ് ലൈക്ക് ഒരു രക്ഷയില്ല. ദാറ്റ് അഡ്രിനലൈൻ റഷ് ലൈക്ക് നമ്മളങ്ങ് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് വേറെ ഏതോ വേൾഡിൽ നിന്ന് എന്തൊക്കെയോ അങ്ങനെ കാണുന്നു. ആൻഡ് ഹി വാസ് ദ ബെസ്റ്റ് മാൻ ഐ ഷുഡ് സേ. പിന്നെ അവിടെ റേസസ് തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇവർ ആരൊക്കെയാണ് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് മീൻസ് ഏതൊക്കെ ടീമാണ് കളിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. ആകെ ബാംഗ്ലൂർ ഡേയ്സിൽ ഇത് കണ്ടതും പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ മോട്ടോർ റേസിംഗ് കളിച്ച ചരിത്രം മാത്രമേ എനിക്കുള്ളൂ. ലൈസൻസ് ഉണ്ടായിട്ടും ടൂ വീലർ ഓടിക്കാൻ പോലും അറിയാത്ത ഞാനാണ് ഇവിടെ കയറി ഇത്രയും ആവേശത്തിൽ കയറി നിന്നത്. ബിക്കോസ് ലൈക്ക് ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവരുടെ ലൈറ്റ് ഷോയും VFX ഷോയും പിന്നെ DJയും എല്ലാം ഒരു രക്ഷയില്ല. വി ജസ്റ്റ് എൻജോയ്ഡ് ദ ഡേ. ആൻഡ് ഏറ്റവും സങ്കടം തോന്നിയത് ടിക്കറ്റ്സ് കിട്ടിയിട്ടും കയറാൻ പറ്റാതെ കുറേ പേര് പുറത്തുണ്ടായിട്ട് അവിടെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ കേട്ടു. അതും ഞങ്ങൾ പുറത്തിറങ്ങി റീൽസ് കണ്ടപ്പോഴാണ് അറിയുന്നത്. ബിക്കോസ് അതിനുള്ളിലൊന്നും അറിയുന്നില്ല. നമ്മൾ വേറെ ഏതോ വേൾഡിൽ പോയി എൻജോയ് ചെയ്യണം. ആൻഡ് ദിസ് മാൻ വാസ് ദ ഷോ സ്റ്റോപ്പർ ഓഫ് ദ ഡേ. എനിക്കറിയില്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം, പക്ഷേ ഹീ വാസ് ലൈക്ക് ജസ്റ്റ് റോക്കിംഗ്. ആ ഫുൾ സ്റ്റേഡിയം വാസ് കോളിംഗ് ഔട്ട് ഫോർ സെബാസ്റ്റ്യൻ. ബിക്കോസ് സെബാസ്റ്റ്യൻ വാസ് ലൈക്ക് അത് വേറൊരു വൈബായിരുന്നു. എന്തൊക്കെ റേസിംഗ് നടന്നിട്ടുണ്ടെങ്കിലും അവസാനം സെബാസ്റ്റ്യൻ്റെ ഷോ വാസ് ലൈക്ക് ഗൂസ് ബംസ് ടു അസ്. ആൻഡ് ദിസ് ഈസ് എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു മോട്ടോർ ക്രോസ് റേസിംഗ് കാണണമെന്ന് ഞാൻ എന്തായാലും എല്ലാവരും പറയുകയാണ്. ബിക്കോസ് ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് വി ഫീൽ ലൈക്ക് വി ആർ ഇൻ എ പാരലൽ വേൾഡ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.